welcome to my channel. So today we are at the third part of our lesson, equilibrium. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് പ്രോബ്ലം ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം, അങ്ങനെ പല പല കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ? ഇത് നമ്മളുടെ കെമിക്കൽ ഇക്വിലിബ്രിയമായിട്ട് എന്താ ബന്ധം? ഈ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ് ചെയ്തത് ഗുൾബർഗ് ആൻഡ് വെയ്റ്റ് എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ്. ദിസ് ഇസ് മെയിൻലി ഫോർ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവർ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കാര്യം ഇവർ പറഞ്ഞില്ല, ഇവർ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കാര്യം. പക്ഷെ നമുക്ക് വേണ്ടത് റിവേഴ്സിബിൾ ആണ് അല്ലേ? അതായത് എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഓക്കെ, എ പ്ലസ് ബി കമ്പൈൻ ചെയ്ത് സി പ്ലസ് ഡി കിട്ടും. അത് റിവേഴ്സിബിൾ അല്ല, സി പ്ലസ് ഡി തിരിച്ചിങ്ങോട്ടൊന്നും ഉണ്ടാവുന്നില്ല. സോ ദേ പ്രപ്പോസ് ദാറ്റ് ഇവരെ ഈ ഒരു ലോ ഓഫ് മാസ് ആക്ഷൻ എന്തായിട്ടാണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഇവരെ റേറ്റ് ഓഫ് റിയാക്ഷനെ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇവർ പറയാണ് അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ ദി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഇവിടെ ആരാണ്? എയും ബിയും അല്ലേ, റിയാക്റ്റൻറ്റ്. അപ്പം ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ, അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ഓഫ് ദി ഈ എ എന്ന് പറഞ്ഞ റിയാക്റ്റൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെയും ബി എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും, അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അവരുടെ റേറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ, സോ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഇൻറ്റു ബി. ഓക്കെ, ഇതാണ് ഇവരുടെ എന്ത് പറഞ്ഞത് law of mass action. That is, according to law of mass action, rate of a reaction is directly proportional to the product തന്നെ multiplication product of the molar concentration of the reactant. ഇത് അവർ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് എന്തിലേക്ക് അപ്ലൈ ചെയ്തു? ഒന്ന് നമ്മുടെ റിവേഴ്സിബിൾ റിയാക്ഷൻ അതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി അല്ലേ? ഇത് ഫോർവേഡായിട്ട് നടക്കുമ്പം ഇതാണ് റിയാക്റ്റൻ്റ് അല്ലേ? ഇത് ഫോർവേഡ്, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡായി നടക്കുമ്പോൾ ഇതാണ് റിയാക്റ്റൻറ്റ്, ബാക്ക്വേർഡായിട്ട് നടക്കുമ്പോഴോ ആരാ റിയാക്റ്റൻറ്റ്? ബാക്ക്വേർഡ് തന്നെ സി പ്ലസ് ഡി കമ്പൈൻ ചെയ്തിട്ട് എ പ്ലസ് ബി, അപ്പോൾ റിയാക്റ്റൻ്റ് ആരാ? സി പ്ലസ് ഡി. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനൊന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് ഡി ആണല്ലോ. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒന്ന് മാറ്റിയിട്ട് എഴുതാം. റേറ്റ് ഓഫ് ഫോർവേഡ് ഞാൻ ഇങ്ങനെ എഴുതുന്നില്ലേ, ആർ എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എ ഇൻറ്റു ബി ഓർ ആർ ബി ഇസ് ഈക്വൽ ടു കെ ബി. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് താഴെ ഞാൻ എഫും ബി എഴുതിയത് ഫോർവേഡും ബാക്ക്വേർഡും ഇൻറ്റു സി ഇൻറ്റു ഡി. ഇനി നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം സിമ്പിൾ ഡെറിവേഷൻ ആട്ടോ. ആർ എഫ് റേറ്റ് ഓഫ് ഫോർവേഡ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. നമ്മൾ എത്രയോ നേരമായിട്ട് പറയുന്നതാ, ഇക്വിലിബ്രിയം എത്തുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്കിതിങ്ങനെ എഴുതിക്കൂടെ, കെ എഫ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ സ്ക്വയറിലാണ് ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു സി ബൈ ഡി. ഇനി നമ്മൾ ഒരേ ഫാമിലിയിലെ ആൾക്കാരെ ഒരേ സ്ഥലത്തേക്കും ഒരേ ഫാമിലിയിലെ ആൾക്കാരെ മറ്റു സ്ഥലത്തേക്കും കൊണ്ടുവരും. ഈ കെയും കെയിനും ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ കെ എഫ് ബൈ കെ ബി ഇസ് ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ എ ബി. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി കെ എഫ് കെ ബി എന്നൊക്കെ എഴുതുന്ന നേരം നമുക്ക് കെ സി എന്ന് എഴുതാം. കെ സി എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ദിസ് കോൾഡ് ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു C into okay. So what is this equilibrium constant? Equilibrium constant can be defined as the product of the molar concentration of the product divided by the product of the molar concentration of the reactant. പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ്. രണ്ട് പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ ഒന്ന് പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഒന്ന് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ്. ക്ലിയർ ആയോ? ഇതേ റിയാക്ഷനിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള അതായത് സ്റ്റോഷിയോമെട്രി കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്.
ഇനിയിപ്പോൾ ഇതൊന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഓഫ് ദിസ്. നമുക്കറിയാലോ 2n2 + 3h2, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ 2, 3. അങ്ങനെയുള്ളൊരു ഇക്വേഷൻ വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഈ കോഎഫിഷ്യൻ്റൊക്കെ നമ്മൾ ഈ കോൺസെൻട്രേഷൻ്റെ റേസ് ടു ദി പവർ ആക്കി എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ റേസ് ടു ദി പവർ ഓഫ് ദെയർ കോൺസെൻട്രേഷൻ. അതായത് ഇവരെ റേസ് ടു ദി പവർ ഓഫ് ദിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോഷിയോമെട്രിക് വാല്യൂ ഷുഡ് ബി റേസ്ഡ് ആസ് ദി പവർ ഓഫ് ദിയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഇങ്ങനെ മാറും. CC CD AB. ഇത് പറയുന്നത് എന്തിനാണ് വിചാരിച്ചാൽ രണ്ട് രീതിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. And this equation is known as the equation of equilibrium, and this constant is known as equilibrium constant. Now we can define the law of chemical equilibrium as the equilibrium constant of a reaction is equal to the product of the molar concentration of the reactant raised to the stoichiometric coefficient divided by the product of the molar concentration of the reactant raised to the power of their stoichiometric coefficient. Clear ആവുന്നുണ്ടോ? So what is meant by equilibrium constant? Equilibrium constant is equal to the product of the molar concentration of the product raised to the stoichiometric coefficient of each divided by the product of the molar concentration of the reactant raised to the stoichiometric coefficient of each at constant temperature. Then that value is known as the equilibrium constant. Clear ആണോ? Clear ആണ്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ നമ്മളിപ്പം ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, അതായത് ഇപ്പം എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അവരെ പാർഷ്യൽ പ്രഷറിലാണ് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്താ ഈ ഇക്വേഷൻ ഒന്ന് ഫുൾ ചേഞ്ച് ചെയ്യണേ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മാത്രം ഒന്ന് കാണിച്ചു തരികയാണ്. ഹൗ വി വിൽ എക്സ്പ്ലെയിൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഈ കോൺസെൻട്രേഷന് പകരം നമ്മൾ PC, that is partial pressure of C raised to C എന്ന് കാണിക്കുന്നത് the stoichiometric value of C, then PD, that is the partial pressure of D divided by PA into PB. ഇതൊക്കെ പറഞ്ഞിരുന്നത് എന്തിനറിയോ? നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ നമ്മൾ കൊണ്ടുവന്നു. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് കൊണ്ടുവന്നു. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് രണ്ട് തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷനിലും ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതെന്നെ നന്നായി പഠിക്കുക, ഇതിൻ്റെ ഡെറിവേഷൻ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.